CPIM നേതൃത്വത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു കത്ത്. ആ കത്ത് വിവാദത്തിൽ ചോദ്യങ്ങൾ നൊഴിഞ്ഞു മാറുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞത്, അതാ മലയാളത്തിലാണ് പറഞ്ഞത്. അസംബന്ധങ്ങളോട് വിവാദം കത്തുന്നതിനിടെ CPIM പോൾ ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുകയാണ്. കത്ത് ചർച്ച ചെയ്യുമോ എന്ന് ജനറൽ സെക്രട്ടറി MA ബേബിയോട് ചോദിക്കൂ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ബേബിയോട് ചോദിച്ചാൽ മതി, ബേബി സഹോദരനോട് ചോദിച്ചാൽ മതി. അതിനാകെയുള്ള മറുപടി ഇമാതിരിയുള്ള അസംബന്ധങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ പറയാം. ബാക്കി മുഴുവൻ കാര്യവും പിന്നെ പറയാം. തനിക്ക് കത്ത് നൽകിയിട്ടില്ലെന്ന് CPIM പോൾ ബ്യൂറോ അംഗം അശോക് ധാവളെ 24 പറഞ്ഞു. No, nothing about it. That's all. But the letter was submitted to... No, nothing was submitted to me. Yesterday I told all the channels that I am in no way concerned. I don't know anything about this issue. വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ DGPക്കുള്ള പരാതിയിൽ മുഹമ്മദ് ഷർഷാദ് പരാമർശിക്കുന്നു. താൻ നേതാക്കളുടെ ബനാമി ആണെന്ന് ബ്രിട്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടെന്നും പരാതിയിലുണ്ട്. ശ്രീത്തും ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്തിലേക്ക് ആദ്യം. ശ്രീത്ത്, ഒരു ദുരൂഹ അവതാരം, ആ അവതാരത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടത്തിന്റെ വിഷയ സർക്കിളിൽ പാർട്ടി സെക്രട്ടറിയുടെ പുത്രനും ഇയാളും മറ്റു മന്ത്രിമാരും ബനാമിമാർ തുടങ്ങിയ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇനി ആരോപണങ്ങളാണെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയേണ്ട ബാധ്യത സംസ്ഥാന നേതൃത്വത്തിനും CPIM-നും MV ഗോവിന്ദനുണ്ട്. അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്ന മറുപടിയിൽ അതൊരു മറുപടിയാകുമോ ശ്രീത്ത്? ഹാഷ്മി, അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്ന ഒറ്റ വാചകം കൊണ്ട് തടുത്തു നിർത്താവുന്ന ആരോപണങ്ങളല്ല ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കുടുംബത്തിനും നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിലൊരല്പം പിന്നിലേക്ക് പോയാൽ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ എന്തുമാത്രം വേട്ടയാടപ്പെട്ടോ അതിന് സമാനമായൊരു സാഹചര്യം, അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് CPIM നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ തൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞ് തീരൂ എന്ന ഒരു അവസ്ഥയാണ് CPIM-ന് മുന്നിലുള്ളത്. അതിനോട് അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനൊന്നും MV ഗോവിന്ദന് കഴിയില്ല. പാർട്ടിയുടെ നേതൃതലങ്ങളിൽ ഇത് ചർച്ചയായി വരും, ഇത് ആവശ്യമായി വരും എന്ന കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാനുള്ളത്, ഇതൊരു ദുരൂഹ വ്യക്തിത്വമല്ല രാജേഷ് കൃഷ്ണ. അദ്ദേഹം ഇപ്പോൾ ദുരൂഹ വ്യക്തിത്വമല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അടുത്ത കാലത്ത് വന്ന ഒരു ദുരൂഹ വ്യക്തിത്വമല്ല. കഴിഞ്ഞ ഏതാണ്ട് 10-12 കൊല്ലക്കാലമായി CPIM-ൻ്റെ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രാജേഷ് കൃഷ്ണ. പലരുടെയും ബ്രിട്ടൻ യാത്രയിൽ അവരുടെ സഹായിയും സഹചാരിയുമായിരുന്നു. മാർക്സിൻ്റെ ബലികുടീരത്തിലേക്കൊക്കെ നേതാക്കൾ പോകുന്ന ഘട്ടത്തിൽ അവരുടെ സഹയാത്രികനായിരുന്നു, അവരെ അവിടേക്ക് കൊണ്ടുപോയ ആളായിരുന്നു. ഇത്തരത്തിൽ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ ചെറുതല്ല. കള്ളപ്പണം വെളുപ്പിച്ചു നടക്കുമ്പോൾ ആക്ഷേപങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് കേവലം ആരോപണങ്ങളാണോ അല്ലയോ എന്ന കാര്യം ഒക്കെ ഇനി അന്വേഷണ ഏജൻസികളോ മറ്റ് സംവിധാനങ്ങളോ തെളിയിക്കേണ്ടതാണ്. എങ്കിലും ഗുരുതരമായ ആക്ഷേപങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് 2020 മുഹമ്മദ് ഷർഷാദും നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ആ പരാതിയിൽ താൻ MV ഗോവിന്ദൻ്റെ മകൻ ശ്യാമിൻ്റെയും ഒപ്പം തന്നെ ഈ P ശ്രീരാമകൃഷ്ണൻ്റെയും തോമസ് ഐസക്കിൻ്റെയൊക്കെ ബനാമിയാണ് എന്ന് രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടു എന്നാണ്. ഇവരുടെയൊക്കെ ഫണ്ടുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന കെയർ ടേക്കറായി താൻ പ്രവർത്തിക്കുകയാണെന്നും രാജേഷ് കൃഷ്ണ തന്നോട് പറഞ്ഞുവെന്നാണ് ഈ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. 2016 കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അതുവരെ ലണ്ടനിൽ ഒരു ഭാര്യയോടൊപ്പം ഒരു ബെഡ് സ്പേസ് മാത്രം ഉണ്ടായിരുന്ന ഈ രാജേഷ് കൃഷ്ണയുടെ വളർച്ച അഭൂതപൂർവ്വമായിരുന്നു. വളരെ പെട്ടെന്ന് സാമ്പത്തിക വളർച്ച നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചില നേതാക്കന്മാർക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ സംഭാവന ചെയ്തു എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. ചെന്നൈയിലെ സെക്യൂരിറ്റി ഏജൻസി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ കൂടി ചേർത്ത് പുറത്തു വരുമ്പോൾ CPIM-ന് ഇക്കാര്യത്തിൽ മൗനം പാലിച്ച അല്ലെങ്കിൽ അസംബന്ധമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന സാഹചര്യമല്ല സംജാതമായിരിക്കുന്നത്. ശ്രീ രാജേഷ് കിങ്ഡം എന്ന പേരിൽ ഏതൊരു കടലാസ് കമ്പനി ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ പദ്ധതികളിൽ നടക്കം പണം തട്ടി ഈ പറയുന്ന ബനാമി ആരോപണങ്ങളൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മധുര പാർട്ടി കോൺഗ്രസിൽ ഇയാൾ വരികയും പാർട്ടി കോൺഗ്രസിലേക്ക് ഒരു പാർട്ടി പ്രതിനിധി എത്തുന്നത് എങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയുന്നതാണല്ലോ. പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുകയും ഇയാളെ അവിടെ നിന്ന് മടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് അധികാരത്തിൻ്റെ ഇടനാഴികളിലെ അവതാരങ്ങളെപ്പറ്റി പറഞ്ഞ എല്ലാവിധ സ്പെസിഫിക്കേഷനും യോജിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന അവതാരം. അപ്പോൾ ഇയാൾ അവതാരമാണോ? പുതിയ അധികാരത്തിൻ്റെ ഇടനാഴിയിലെ അവതാരമാണോ? അവതാരവുമായി പാർട്ടി നേതാക്കൾക്കോ മന്ത്രിമാർക്കോ പാർട്ടി പുത്രന്മാർക്കോ പങ്കുണ്ടോ എന്നുറപ്പായും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ശ്രീ
തീർച്ചയായും ഹാഷ്മി അവതാരമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പുതിയ അവതാരമാണോ എന്ന കാര്യത്തിലേ ഉള്ളൂ. കാരണം 2016 മുതൽ ഇദ്ദേഹം ഈ CPIഎമ്മിൻ്റെ പാർട്ടി വൃത്തങ്ങളിൽ പാർട്ടിയുടെ ഇടനാഴികൾ ഒക്കെ അധികാരത്തിൻ്റെ ഇടനാഴികളെല്ലാം ഉണ്ട്. മസാല ബോണ്ടിൻ്റെ ഉദ്ഘാടനം അത് പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്നപ്പോൾ അതിൻ്റെ സംഘാടകനായി പ്രവർത്തിച്ചത് രാജേഷ് കൃഷ്ണയാണ് എന്ന ആരോപണം ഈ ഷെർഷാദ് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് 2023 നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ KSFയുടെ NRI ചിട്ടുകൾ സംബന്ധിച്ച പരിപാടിയും ഈ ലണ്ടനിൽ നടത്തിയത് രാജേഷ് കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ സർക്കാരുമായും ഭരണതലത്തിലുള്ള വ്യക്തികളുമായും വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളാണ് മുന്നിലുള്ളത്. അതിലേറെക്കുറെ ഇവരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം പലയിടത്ത് വെച്ചും നമുക്ക് അദ്ദേഹത്തെ കാണാനും മറ്റും കഴിഞ്ഞിട്ടുണ്ട്. മധുര പാർട്ടി കോൺഗ്രസിന് രാജേഷ് കൃഷ്ണ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിൽ എത്തിയിരുന്നു. അവിടെ പ്രധാന വേദിയിൽ എത്തിയിരുന്നു. തലേന്ന് ഈ പ്രൊസീഡിയം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ചേർന്ന CPIഎമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷമാണ് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കുന്നുവെന്ന വിവരം പുറത്തു വന്നത്. അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഈ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാവാൻ ലണ്ടൻ ഘടകത്തെ പ്രതിനിധീകരിച്ച് എത്തിയ ആളാണ്. ലണ്ടൻ ഘടകത്തിലെ സമ്മേളനത്തിലും മറ്റും പങ്കെടുത്തത് CPIഎമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവളെ ആയിരുന്നു. അദ്ദേഹത്തിന് അടക്കം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ PV അൻവറുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ലണ്ടനിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ പ്രതിനായക സ്ഥാനത്ത് നിന്ന ആളാണ് രാജേഷ് കൃഷ്ണ. അത്തരത്തിൽ പാർട്ടിയുടെ CPIഎം സർക്കിളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ വിവാദ നായകനായി മാറിയിരിക്കുന്ന രാജേഷ് കൃഷ്ണ. ഓക്കെ, ഈ പറയുന്ന ആ സംഭവത്തിന് ശേഷം ഈ PV അൻവറിനെ ഒന്ന് കടന്നൽ രാജ എന്നൊക്കെ ഈ CPM സൈബർ നേതാക്കൾ അവരുടെ രാജാവായി വാഴിച്ചു വരുന്ന കാലമായിരുന്നു. ആ കാലത്ത് ഈ പറയുന്ന കൂട്ടത്തിലേക്ക് രാജേഷ് കൃഷ്ണ ചേർന്ന് വരികയും മാപ്പറകൾക്കെതിരെയുള്ള കടുത്ത ഈ പറയുന്ന ആഹ്വാനങ്ങൾക്ക് നേതൃത്വം നൽകിയ CPM സൈബർ കടന്നലുകൾ PV അൻവറിനെ എങ്ങനെ കൊണ്ടു നടന്നു, അങ്ങനെ കൊണ്ടു നടന്ന ഒരാൾ കൂടിയാണ് ഈ അവതാരം. അപ്പോൾ എന്താണ് ഈ അവതാര ലക്ഷ്യം എന്നൊക്കെ വിശദീകരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാണ്.